കോവിഡൊക്കെ വന്നതിന് ശേഷമുള്ള കാലം. ഇറങ്ങുന്ന സിനിമകളൊക്കെ ഫ്ലോപ്പുകൾ, സോഷ്യൽ മീഡിയയിൽ ഫുൾ ട്രോൾ. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായിരുന്നുവെങ്കിലും ഓൾമോസ്റ്റ് മിക്കതും വാസ് എ ഫ്ലോപ്പ്. പലപ്പോഴും അണ്ടർ റേറ്റഡ് എന്ന് ആൾക്കാർ വിളിച്ച ഒരു നടൻ ഇന്നിതാ ഇന്ത്യയിലെ 4th ഹയസ്റ്റ് ഗ്രോസറിന്റെ നായകൻ. ദുരന്തർ വെറും ഒരു സിനിമ മാത്രമായിരുന്നില്ല. ഇറ്റ് വാസ് an absolute പൈസ വസൂൽ ഫിനോമിനൽ മൂവി. വെൽക്കം ബാക്ക് ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. ഒരു എ റേറ്റഡ് പടം, 3 മണിക്കൂർ 32 മിനിറ്റ്, അതും ഒരു സ്പൈ ത്രില്ലർ. ദാറ്റ് ടു റിലീസിന് മുന്നേ തന്നെ കുറേ രാജ്യങ്ങളിൽ ഓൾറെഡി ബാൻ ആയ പടം. പക്ഷേ ഇന്ന് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം ഓഫ് 2025, സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസിംഗ് ഹിന്ദി ഫിലിം ഓഫ് ഓൾ ടൈം, 4th ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം ഓഫ് ഓൾ ടൈം ആൻഡ് ദ ഹയസ്റ്റ് ഗ്രോസിംഗ് എ സർട്ടിഫൈഡ് ഇന്ത്യൻ ഫിലിം ഓഫ് ഓൾ ടൈം. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഒറ്റ സിനിമ മതി ആദിത്യ ധർ എന്ന സംവിധായകനെ മനസ്സിലാക്കാൻ. 2000ങ്ങളുടെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന കഥയാണ് ദുരന്തർ സംസാരിക്കുന്നത്. കറാച്ചിയിലെ ലയാരി സംഘത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ജസ്കീരത് സിംഗ് റാങ്കി, ഹംസ അലി മസാരി എന്ന ഒരു ഇന്ത്യൻ ഏജന്റായാണ് രൺവീർ എത്തുന്നത്. കോവിഡിന് ശേഷം തിയേറ്ററിക്കൽ മാർക്കറ്റ് തന്നെ മാറി, ഓഡിയൻസിൻ്റെ ടേസ്റ്റും മാറി, ബിഗ് സ്കെയിൽ സിനിമകൾക്കും ഗ്യാരണ്ടി ഇല്ലാതെയായി. അപ്പോൾ വന്ന ചില സിനിമകൾ പ്രതീക്ഷിച്ച രീതിയിൽ കണക്റ്റ് ആയില്ലെങ്കിലും ബ്ലെയിം മുഴുവൻ ആക്ടറിൻ്റെ മേൽ വീഴും. രൺവീറിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ സർക്കസ്, ജയേഷ് ഭായ് ജോർദാർ, 83 അങ്ങനെ വന്ന പടങ്ങൾ ഒന്നും വിജയിച്ചില്ല. അതുകൂടാതെ ഓഫ് സ്ക്രീനിൽ രൺവീറിൻ്റെ എനർജിയെ ആൾക്കാർ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. രൺവീറിൻ്റെ ഇങ്ങനെ ഒരു സമയത്താണ് ആദിത്യ ധറിനെ പോലെയുള്ളൊരു ഫിലിം മേക്കറിന് തൻ്റെ വിഷനുമായി രൺവീറിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ നടന്നത് വാസ് ചരിത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഡ്യൂറേഷനോ ബാക്കി കാര്യങ്ങളോ ഒന്നും ആ ഒരു 3.5 മണിക്കൂർ തിയേറ്ററിലിരിക്കുമ്പോൾ ചിന്തിക്കുകയില്ല. അമ്മാതിരി ഓറയായിരുന്നു ഓരോ ക്യാരക്ടറിനെ സ്ക്രീനിൽ കാണുമ്പോഴും. എസ്പെഷ്യലി അക്ഷയ് ഖന്ന. ഏറ്റവും മോനെ, ചില ടൈമിൽ അക്ഷയ് ഖന്നേനെ കാണിക്കുമ്പോൾ രൺവീർ പോലും ആ ഫ്രെയിമിലുള്ളത് നമ്മൾ മറന്നു പോകും. ദാറ്റ് ലെവൽ ഓഫ് പീക്ക് ഓറ. ബേസ്ഡ് ഓൺ ഇൻക്രെഡിബിൾ ട്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞാലും there are still propaganda factors in this film. സിനിമ കാണിക്കുന്നത് ജസ്കീരത് സിംഗ് റാങ്കി എന്ന ഇന്ത്യൻ ആർമി ഓഫീസർ പാകിസ്ഥാനിൽ ഹംസ അലി മസാരി എന്ന പേരിൽ ഒരു സ്പൈ ഏജന്റായി എത്തുന്നതാണ്. ആക്ച്വലി ആദിത്യ ധറിൻ്റെ ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിൽ കൃതി കുൽഹരിയുടെ ക്യാരക്ടർ വിക്കി കൗശലിൻ്റെ ക്യാരക്ടറിനോട് സംസാരിക്കുന്ന ടൈമിൽ തൻ്റെ ഹസ്ബൻഡായി പറയുന്ന നെയിം ഇസ് ജസ്കീരത് സിംഗ് റാങ്കി. फैमिली में से कोई डिफेंस में है? डैड, मॉम, भाई? नहीं सर, हस्बैंड थे कैप्टन जसकीरत सिंह रांगी, सीजन पंजाब रेजिमेंट, नौशेरा सेक्टर के एम्बुश में शहीद हुए थे. കണക്ഷൻ ഇനി വരുമോ എന്നൊന്നും അറിയില്ല. ലെറ്റ്സ് സീ. സിനിമ ജിയോ എൻ്റർടൈൻമെൻറ്റ്സ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ സിനിമയുടെ ലെങ്ത്തും പ്രൊഡക്ഷൻ ടൈമും ഒക്കെ കൂടിയതിനാൽ പിന്നീട് സ്വന്തം പൈസ ആദിത്യ ധറും രൺവീറും ഒക്കെ മുടക്കിയെന്നാണ് ബോളിവുഡ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെയാണ് ഈ സിനിമയുടെ പിന്നിലെ കഥയും. യാഷ്രാജ് ഫിലിംസിൻ്റെ കൂടെ ഒരു ആക്ഷൻ പടം ചെയ്യാൻ രൺവീർ പോയിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഷാറുഖ് ഖാന് പകരം ഡോൺ 3യിൽ രൺവീറിനെ റിപ്ലേസ് ചെയ്തപ്പോൾ ഉണ്ടായ വിമർശനങ്ങൾ ഒന്നും ചില്ലറയല്ല. പക്ഷേ പിന്നീട് ഫർഹാൻ അക്തറിൻ്റെ ഡോണും ഡിലേ ആയി. ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്ന് ഫുൾ അവേ ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ GCC കൺട്രീസിലും ദുരന്തർ ബാനായി. വേൾഡ് വൈഡ് ലെവൽ പടമാകട്ടെ ഹിന്ദിയിലാണ് ഇറക്കിയത്. നമുക്കറിയാമല്ലേ, കേരളത്തിലാണെങ്കിലും മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സിലൊക്കെ മാത്രമേ സബ് ടൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പടം ഇറങ്ങി ഈവൻ കേരളത്തിൽ നിന്ന് ദുരന്തർ കളക്ട് ചെയ്തത് എത്രയെന്നറിയോ? 8.50 crores. മൊത്തത്തിൽ വേൾഡ് വൈഡായി 1353.92 crores. ഇതൊക്കെയാണ് മോനെ കംബാക്ക് എന്ന് പറഞ്ഞാൽ. YRFിൻ്റെ സ്പൈ യൂണിവേഴ്സിലെ മൊത്തത്തിലുള്ള ലെഗസി ഈ ഒരൊറ്റ പടം കൊണ്ടുപോയി. ആൻഡ് ഫർഹാൻ അക്തർ ഈസ് ആസ്കിങ് രൺവീർ ടു സ്റ്റാർട്ട് ഡോൺ. പക്ഷേ റിപ്പോർട്ട്സ് പറഞ്ഞത് വെച്ച് രൺവീർ ഡിക്ലൈൻ ദ ഫിലിം. പടം ഇറങ്ങി കുറച്ചായെങ്കിലും അതിലെ പാട്ടും ഡയലോഗും ഒക്കെ സ്റ്റിൽ വിത്ത് അസ് അല്ലേ. ടൈറ്റിൽ ട്രാക്ക് ഇസ് സ്റ്റിൽ ട്രെൻഡിങ് ഗ്ലോബലി. അക്ഷയ് ഖന്ന വന്ന് പറയുമ്പോൾ ഉള്ള ആ സ്വാഗ് വേറെ ലെവലായിരുന്നു.
സിനിമയിൽ എടുത്ത് പറയേണ്ട വേറെ ഒരു കാര്യമാണ് അതിലെ കാസ്റ്റിംഗ്. പക്ക പെർഫെക്റ്റ്. എല്ലാവരും റിയൽ ലൈഫ് ആൾക്കാരോട് കറക്റ്റ് അത്രയും സിമിലാരിറ്റി ഉള്ള രീതിയിലായിരുന്നു മേക്ക് ഓവർ നടത്തിയത്. അക്ഷയ് ഖന്ന ആസ് റഹ്മാൻ ദക്കൈത്ത്, സഞ്ജയ് ദത്ത് ആസ് SP ചൗധരി അസ്ലം, അർജുൻ റംപാൽ ആസ് മേജർ ഇക്ബാൽ, മാധവൻ ആസ് അജയ് സന്യാൽ. ഇവരുടെയൊക്കെ കാസ്റ്റിംഗ്, മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാം പക്കയായിരുന്നു. ദുരന്തറിൻ്റെ എൻ ക്രെഡിറ്റ്സിൽ തന്നെ സെക്കൻഡ് പാർട്ടായ ദുരന്തർ 2 ദ റിവെഞ്ചിനെ പറ്റി കാണിക്കുന്നുണ്ട്. ടീസറൊക്കെ പുറത്തു വന്നു ആൻഡ് ഇറ്റ്സ് റിലീസിംഗ് ഓൺ March 19, 2026. ജസ്പ്രീത് സിംഗിൻ്റെ ആർമി ലൈഫ്, പാകിസ്ഥാനിലോട്ട് വരുന്ന കാര്യങ്ങളും ക്ലൈമാക്സിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളുമൊക്കെ ആവും സെക്കൻഡ് പാർട്ടിൽ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ആദിത്യ ധർ ആൻഡ് രൺവീർ ഇസ് കുക്കിംഗ് ഇൻ പാർട്ട് 2 അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു സ്കിനിമ. ബൈ.